ഹായ് ഹലോ സ്മം ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു മിർച്ചി ബജി ആയാലോ. അപ്പോൾ ഇന്ന് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു വിഭവമാണ്. ഇതൊരു ആന്ധ്ര സ്റ്റൈലിലാണ് ഞാനിപ്പം വെക്കുന്നത് കേട്ടോ. നമുക്കും ഇത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഞാനതിലേക്ക് നമ്മുടെ രീതിയിലേക്കൊന്ന് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുളക് കട്ട് ചെയ്ത് അതിനകത്തെ സീഡെല്ലാം റിമൂവ് ചെയ്യാം. സീഡ് റിമൂവ് ചെയ്യുമ്പം സ്പൂൺ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് കടലമാവ് എടുക്കാം. 4 മിർച്ചി ബജി ഉണ്ടാക്കാൻ 4 മുളക് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള കടലമാവ് എടുത്തു. പിന്നെ നമ്മൾ സോഡാപ്പൊടി ഇടുന്നുണ്ട്. ഇത് അജ്വൈനാണ് ഇടുന്നത്. അജ്വൈൻ എന്ന് പറഞ്ഞാൽ അയമോദകം. അയമോദകം നമ്മൾ ഇടുന്നത് നമ്മൾ കടലമാവ് അധികമായി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം വരാം. അതിന് വേണ്ടിയിട്ടാണ് അയമോദകം ഇടുന്നത്. ഉപ്പിടുന്നുണ്ട്, മുളക് പൊടി ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളമൊഴിക്കുക. വെള്ളമൊഴിച്ച് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം അവസാനം അരിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കുക. എന്നിട്ടൊരു ഹൈറ്റുള്ള, ഒരുപാട് ഹൈറ്റ് വേണമെന്നില്ല, ഹൈറ്റുള്ളൊരു ഗ്ലാസ്സിലേക്ക് മാവ് ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടാവാനായിട്ട് വെക്കുക. മിർച്ചി ബജിയിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരറ്റും സവോളയും ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. എണ്ണ ചൂടാകുമ്പോഴേക്കും ഇതുപോലെ ഗ്ലാസ്സിനകത്തേക്ക് ഓരോ മുളകും ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുക. നമ്മളിവിടെ അധികം എണ്ണ ഉപയോഗിച്ചിട്ടില്ല. ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നുള്ളവർക്ക് അതിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യാവുന്നതാണ്. നമ്മളിപ്പം ഡീപ്പ് ഫ്രൈ ആയിട്ടല്ല, ഒരു ഷാലോ ഫ്രൈയും ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അത്യാവശ്യം എണ്ണയിൽ കിടക്കുന്ന രീതിയിലാണ് നമ്മൾ ഓരോ മുളകും വെച്ചിരിക്കുന്നത്. അതിനനുസരിച്ചാണ് എണ്ണ ഒഴിച്ചിരിക്കുന്നത്. 2 സൈഡും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ മൂപ്പിക്കുക. അരിപ്പൊടി ഇട്ടത് കൊണ്ട് നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യാം. നമ്മുടെ ഇഷ്ടമാണ്. ക്രിസ്പിനെസ് കൂടുതൽ ഇഷ്ടമുള്ള കോൺഫ്ലവർ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഇപ്പം മുളക് ബജി എല്ലാം ആയിട്ടുണ്ട്. ഓരോന്നും എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാം. ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ്ങും നിറയ്ക്കാവുന്നതാണ്. ഈ ഒരു ഫില്ലിങ്ങിൽ ഞാൻ ജസ്റ്റ് സവോളയും ക്യാരറ്റും നാരങ്ങാനീരും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒതൻറ്റിക് ആയിട്ടുള്ളൊരു ആന്ധ്ര മിർച്ചി ബജിയിലാണെങ്കിൽ മല്ലിയിലയും നമ്മുടെ നിലക്കടലയിലെ അതും ആഡ് ചെയ്യുന്നതാണ്. ഈ ഒരു കോമ്പിനേഷൻ നല്ലതാണ്. അപ്പോൾ ഫ്രൈ ചെയ്ത ഓരോ മുളക് ബജിയിലേക്കും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഈ ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അവസാനം കുറച്ച് നാരങ്ങ നീരും നമ്മൾ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പുളിയാണ് അവരുടെ മിർച്ചി ബജിക്ക് ഏറ്റവും കൂടുതലായിട്ട് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ തെലുങ്കാന സ്റ്റൈലിലാണെന്നുണ്ടെങ്കിൽ വാളം പുളിയും കൊണ്ടൊരു സോസ് ഉണ്ടാക്കും. അത് മുളകിനുള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.